ആലപ്പുഴ കൈനകരിയിൽ ഗർഭിണിയായ യുവതിയെ കൊന്ന് കായലിൽ തള്ളിയ കേസിൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ. രണ്ടാം പ്രതിയെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കാത്തതിനാൽ ഇവരുടെ ശിക്ഷ ഇന്ന് വിധിച്ചില്ല. രണ്ടാം പ്രതിയുടെ അമ്മ പ്രോസിക്യൂഷന് അനുകൂലമായി കോടതിയിൽ മൊഴി നൽകിയത് കേസിൽ നിർണായകമായി മാറി. ആലപ്പുഴ പുന്നപ്ര സ്വദേശിനിയായ അനിതയുടെ മൃതദേഹം 2021 ജൂലൈ 10 പൂക്കേതാറിൽ നിന്ന് കണ്ടെത്തിയത്. കേസിൽ അനിതയുമായി അടുപ്പമുണ്ടായിരുന്ന മലപ്പുറം നിലമ്പൂർ സ്വദേശി പ്രബീഷിനെയും ഇയാളുടെ സുഹൃത്തും കൈനകരിക്കാരിയുമായ രജനിയെയും അറസ്റ്റ് ചെയ്തു. വിവാഹിതനായ പ്രബീഷ് ഒരേ സമയം വിവാഹിതരായ അനിതയും രജനിയുമായി അടുപ്പത്തിലായിരുന്നു. അനിത ഗർഭിണിയായതിന് പിന്നാലെ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. പാലക്കാട് ആലത്തൂരിലെ ഒരു ഫാമിൽ ജോലി ചെയ്യുകയായിരുന്ന അനിതയെ ജൂലൈ 9 ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തി. KSRTC ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയ അനിതയെ ഓട്ടോയിൽ രജനിയുടെ കൈനകരിയിലെ വീട്ടിലെത്തിച്ചു. ശേഷം 2 കുട്ടികളുടെ അമ്മയായ യുവതിയെ പ്രബീഷ് കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി. നിലവിളി പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ രജനി വായും മൂക്കും അമർത്തിപ്പിടിച്ചു. ബോധരഹിതയായ അനിത കൊല്ലപ്പെട്ടു എന്ന് കരുതി ഇരുവരും ചേർന്ന് പൂക്കേതയാറ്റിൽ ഉപേക്ഷിച്ചു എന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. എല്ലാ തെളിവുകളും നിരത്തി പ്രോസിക്യൂഷൻ നടത്തിയ വാദം അംഗീകരിച്ച കോടതി ഒന്നാം പ്രതിക്ക് വധശിക്ഷ വിധിച്ചു. വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട്. ആദ്യം നമുക്ക് ഒരു അൺഐഡൻറ്റിഫൈഡ് ഡെഡ് ബോഡി മാത്രമാണ് കിട്ടിയത്. അത് പോസ്റ്റ്മോർട്ടത്തിലാണ് മർഡറാണെന്ന് തെളിഞ്ഞത്. പിന്നെ പ്രതിയിലേക്ക് എത്തേണ്ട വഴികളിലേക്ക് നമ്മൾ പോയി. കേസ് വേഗത്തിൽ അന്വേഷിക്കുകയും 90 ദിവസത്തിനകം കുറ്റമറ്റ രീതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥരെ കോടതി അഭിനന്ദിച്ചു. ഇന്ന് കോടതി 302-ൽ ഡെത്ത് ശിക്ഷയാണ് ഒന്നാം പ്രതിക്ക് വേണ്ടി വിധിച്ചിരിക്കുന്നത്. കോടതിയുടെ ആ വിധിയെ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി തന്നെ മാനിക്കുന്നു. വിധി കേൾക്കാനായി അനിതയുടെ കുടുംബാംഗങ്ങൾ കോടതിയിലെത്തിയിരുന്നു. പോലീസുകാരാണ് ഏറ്റവും കൂടുതൽ നന്ദി രേഖപ്പെടുത്താനുള്ളത്. അവരുടെ നല്ല കഴിവുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഈ കേസ് തെളിയിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ജഡ്ജി പ്രോസിക്യൂട്ടറും ഒക്കെ വളരെയധികം ഇതിൽ സഹകരിച്ചതിൽ വളരെയും കടപ്പെട്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ കുടുംബവും. നന്ദി രേഖപ്പെടുത്തുന്നു. രണ്ടാം പ്രതിയായ രജനി കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ നിലവിൽ മയക്കുമരുന്ന് കേസിൽ ഒഡീഷയിൽ ജയിലിലാണ്. രജനിയെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കുന്ന ദിവസം ശിക്ഷ വിധിക്കും. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.